പാരിജാത മണമുള്ള കുട്ടിക്കാലം. വീടിൻ്റെ മുൻവശത്തുള്ള തോടിൻ്റെ ഇരുകരകളെയും ബന്ധിപ്പിക്കുന്നത് ഒരു തടിപ്പാലമാണ്. അതുകൊണ്ട് തന്നെ തെക്കേപ്പറമ്പ് എനിക്ക് മറ്റൊരു ഭൂഖണ്ഡമാണ്. സ്വയം നടന്ന് എത്തിപ്പെടാനാകാത്ത വൻകര. ആ പ്രദേശത്ത് വഴിവിളക്ക് വരുന്നത് തെക്കേപ്പറമ്പിലാണ്. എന്നും സന്ധ്യയാകുമ്പോൾ അടുത്ത വീട്ടിലെ അമ്മമാരൊക്കെ ആ മഞ്ഞ വെളിച്ചത്തിന് താഴെയിരുന്ന് പായ നെയ്യും. കുട്ടിയമ്മയും പാതി നെയ്ത പായയുമായി പാലം കടന്ന് വഴിവിളക്കിന് താഴെയെത്തും. ഓരോരുത്തരും അവരവരുടെ പായ നിവർത്തിയിട്ട് ഓരോ സ്ഥാനം പിടിക്കും. ഇല്ലായ്മകളും പ്രാരാബ്ധവും കുശുമ്പും കുന്നായ്മകളും പറഞ്ഞ് നിരങ്ങി അവർ പായ നെയ്യും. പള്ളിപ്പുറം പള്ളിപ്പെരുന്നാളിനും തൈക്കാട്ടുശ്ശേരി അമ്പലത്തിലെ കാർത്തിക മഹോത്സവത്തിന് നെയ്ത പായയും ചുമന്ന കുട്ടിയമ്മയും കൂട്ടുകാരും വിൽപ്പനയ്ക്ക് പോകും. 1-2 ദിവസത്തിന് ശേഷം തിരികെ വരുമ്പോൾ കുട്ടിയമ്മയുടെ വട്ടി നിറയെ കപ്പ നുറുക്കും, ചോളമലരും കളറുമിഠായിയും തേൻമിഠായിയും ഒക്കെ ഉണ്ടാകും. കളറുമിഠായിയുടെ കൂട് പൊട്ടിച്ച് കടും ചുവപ്പ് നിറത്തിലുള്ള മിഠായി എടുത്ത് വായിലിട്ട് നുണഞ്ഞ് അല്പം കഴിഞ്ഞ് കണ്ണാടിയുടെ മുമ്പിൽ ചെന്ന് നാവ് നീട്ടും. രക്തവർണ്ണത്തിലുള്ള നാവ് കാണുമ്പോൾ അപ്പൂപ്പൻ പണ്ട് കാഞ്ഞിരമരത്തിൽ തളച്ച യക്ഷിയെ ഓർമ്മ വരും. ഞാൻ യക്ഷിയാണെന്ന് സ്വയം സങ്കല്പിക്കും. സർപ്പക്കാവിൽ മരങ്ങൾക്കിടയിൽ രാത്രികളിൽ അലയുന്നവളാകും. ഞാനൊരു സങ്കല്പജീവി അല്ലായിരുന്നെങ്കിൽ എന്തായിരിക്കുമെന്ന് പിന്നീട് പലതവണ ചിന്തിച്ചിട്ടുണ്ട്. കടുത്ത വിഷാദത്തിനും വേദനകൾക്കുമിടയിൽ കിടന്ന് അകാല വാർദ്ധക്യം വന്ന ഒരുവൾ ജീവിതത്തെ വെറുത്ത് ഒടുങ്ങുമായിരുന്നു. കിഴക്കേതിലെ മീനാക്ഷിയമ്മ 70 വയസ്സുള്ള സ്ത്രീയാണ്. അവർക്ക് ഒരേ ഒരു മകനേ ഉണ്ടായിരുന്നുള്ളൂ. ഗോപി എന്നായിരുന്നു പേര്. മകൻ്റെ പേര് ചേർത്ത് എല്ലാവരും അവരെ ഗോപിയമ്മ എന്നാണ് വിളിച്ചിരുന്നത്. മീനാക്ഷി എന്ന പേര് ആരും ഓർക്കാറേയില്ല. വെലിഞ്ഞ് പൊക്കം കുറഞ്ഞ് കൂനുള്ള ഒരു സ്ത്രീയായിരുന്നു അവർ. എന്നും രാവിലെ വീട്ടുമുറ്റത്ത് വടിയും കുത്തിപ്പിടിച്ച് വെയിൽ കായാനിരിക്കുന്നത് കണ്ടാൽ ഒരെണ്ണച്ചായ ചിത്രത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നതായേ തോന്നും. ഒറ്റമുണ്ട് മാത്രമായിരുന്നു അവരുടെ വേഷം. ബ്ലൗസ് ഇടാറില്ല. മകനോടൊപ്പം എന്തെങ്കിലും ആവശ്യത്തിനായി പുറത്തു പോകുമ്പോൾ മാത്രമാണ് ബ്ലൗസ് ഇട്ട് കണ്ടിട്ടുള്ളത്. വയറുവരെ തൂങ്ങിക്കിടക്കുന്ന അവരുടെ നഗ്നമായ മുലകളിൽ ഞാൻ ഇടയ്ക്കിടെ നോക്കും. വടിയും കുത്തി കൂനി നടക്കുമ്പോൾ ഭൂമിക്ക് അഭിമുഖമായി തൂങ്ങി അടരാറായ വാടിയ കൊക്കോപ്പഴം പോലുള്ള അവരുടെ മുലകൾ തെക്ക് വടക്ക് ഇളകിയാടും. തോട്ടിറമ്പിലെ വേലിക്കലായി നീളത്തിൽ ചെത്തിമരങ്ങൾ വെച്ചു പിടിപ്പിച്ചിരുന്നു അപ്പൂപ്പൻ. മുറ്റം നിറയെ സമൃദ്ധമായി തുളസിച്ചെടികളുണ്ടായിരുന്നു. ശാന്തിക്രിയകൾക്കാവശ്യമായ ചെത്തിയും തുളസിയും വീട്ടിൽ ധാരാളമായുണ്ട്. അടുത്തുള്ള അമ്പലങ്ങളിൽ നിന്നൊക്കെ പൂ പറിക്കാൻ അമ്മ വീട്ടിലാണ് എല്ലാവരും വരാറ്. ചെത്തിമരങ്ങൾക്കിടയിലായി പാരിജാത ചെടികളുമുണ്ട്. പാരിജാത പൂക്കൾക്ക് എൻ്റെ ബാല്യത്തിൻ്റെ നിറമാണ്. അതിൻ്റെ ചോട്ടിൽ പായിട്ടിരുന്ന കുട്ടിയമ്മ പോട്ടപ്പുല്ല്, പാ നെയ്യാൻ ഉപയോഗിക്കുന്ന നീളമുള്ള പുല്ല് ചീന്തുമ്പോൾ ഞാൻ അടുത്തിരുന്ന് പാരിജാത പൂക്കളുടെ ഇതളുകൾ അടർത്തി ഉള്ളം കൈയിലിട്ട് തിരുമ്മി വിരലുകൾ മൂക്കിനോട് ചേർത്ത് അതിൻ്റെ മണം വലിച്ചെടുക്കും.